ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബാബരി മസ്ജിദ് ബംഗാളിൽ ഞങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണെന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. അത് അബദ്ധമാണെന്ന് പാർട്ടി പറയുന്നു. അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാളെ പുറത്താക്കുന്നു. പുറത്താക്കിയ അയാൾ ബാബരി മസ്ജിദിന് ശിലയിടുന്നു. ആ ശിലയിടുന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കുന്നു. എവിടുന്നാണ് ഈ പൈസ? സിമ്പിളായിട്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പിന് മുൻപ് അതൊരു പ്ലോട്ട് ബിൽഡ് ചെയ്യുകയാണ്. ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻസ് BJPക്ക് പുതിയ കാര്യമല്ല. എനിക്കിതിൽ ഏറ്റവും വലിയ സംഭവമായിട്ട് തോന്നുന്ന ഒന്ന്, അത് പിടിക്കണമെന്ന് TMC തീരുമാനിക്കുന്നു. കാരണം അല്ലെങ്കിൽ അയാൾ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ മണ്ടന്മാരാണ് ഇവിടുത്തെ, ആ മുസ്ലിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്, മുസ്ലിം വോട്ട് ഡിവൈഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇയാളെ പൊളിക്കണമെന്ന് തീരുമാനിക്കുന്നു TMC. എന്നിട്ട് അയാളെ പൊളിക്കാൻ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തുന്നു. അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു, എക്സ്പോസ്ഡ് ആവുന്നു. എടുത്ത പണി ചെറുതല്ലല്ലോ. അല്ലാതെ കേവലം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയല്ല, തീർക്കാൻ തീരുമാനിക്കുന്നു, അതിനുള്ള പണിയെടുക്കുന്നു. അതായത് കേന്ദ്ര ഏജൻസി വന്നിട്ട് TMCയുടെ അവരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്ന ഐപാക്കിൻ്റെ ആഫീസിൽ കയറി ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നേരം ഇത് മോശമാണ്, ഇത് ചെയ്യരുത് എന്ന് അവിടെ ഇരുന്ന് ആഫീസിൽ ഇരുന്ന് പ്രസ്താവന ഇറക്കുകയല്ല. മമതാ ബാനർജി നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, ഐപാക്കിൻ്റെ ഓഫീസിൽ വരുന്നു, ഫയൽ അവരെടുത്തുകൊണ്ടങ്ങ് പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നില്ല എന്ന മട്ടിൽ. അതാണ് ബംഗാളിൽ ആവശ്യമുള്ള രാഷ്ട്രീയം. കാരണം ചോദിച്ചാൽ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ചെയ്യേണ്ട പണി ഈ മൊമെൻറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു പോവുകയും തോറ്റു പോവുകയും ചെയ്യുന്നവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് BJP ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതൊരു TMC ഇസ് എ മുസ്ലിം ലീഗ് 2.0 പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കാനാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് സ്ഥാപിക്കാനാണ്. എന്നിട്ട് ഇവരുടെ റാലികൾ എടുത്ത് നോക്കുക, ഈ BJP നടത്തുന്ന റാലികൾ നോക്കിയാൽ ആ റാലികളിലൊക്കെ ഹിന്ദു ഹിന്ദു ഭായ് ഭായ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ ഹിന്ദുക്കളും ഭായ്മാരാണ്, മറ്റേത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് വിളിക്കുന്നു. എന്നിട്ട് ഈ റാലിയെ കടത്തുമ്പോൾ റാലിയിൽ ഈ ഇസ്രായേലിൻ്റെ കൊടിയൊക്കെ പറത്തും. അതിനകത്ത് ഭയങ്കര പ്രകോപന സ്വഭാവമുള്ള പാട്ടുകൾ പ്ലേ ചെയ്യും. മസ്ജിദുകളുടെ മുമ്പിൽ വന്ന് ഈ പാട്ടുകൾ ഉറക്കെ DJ വെറുപ്പ് പാട്ടുകൾ വെക്കും. പരമാവധി പ്രകോപനം ഉണ്ടാക്കുകയാണ്. പോട്ടെ, SIR എടുക്കാം. SIRൽ 85 to 90 lakhs 90 ലക്ഷം ആളുകളെയാണ് വെട്ടിയത്. ആ വെട്ടിയതിൽ മമതാ ബാനർജി പറയുന്നു മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ, അതിർത്തി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വെട്ടിയത്. അതും പറഞ്ഞ് അവർ സുപ്രീം കോടതിയിൽ ചെന്നു കുപ്പായം ഇട്ടുണ്ട്. നോക്കൂ, സുപ്രീം കോടതി നോക്കുമ്പോൾ ഒരു ചീഫ് മിനിസ്റ്റർ വരികയാണ് കുപ്പായം ഇട്ട് കേസ് പറയാൻ. കോടതി അതിന് സീരിയസ് ആയി എടുക്കേണ്ടി വന്നല്ലോ. സോ അതാണ് ഞാൻ പറയുന്നത്, അവിടെ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം ഹേറ്റ്, മുസ്ലിം അപരത്വം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പണിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നാൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ വന്നാൽ ഹിന്ദു പ്രൈഡിനും ഹിന്ദു ഐഡൻറ്റിറ്റിക്കും വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ പോവാണ് എന്ന് സുവേന്ദു അധികാരി എന്ന് പറയുന്ന അവിടുത്തെ BJP നേതാവ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അസമിനെ RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി RSS അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിജയിക്കുക, ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം പിടിക്കുക, അതിർത്തി സംസ്ഥാനം പിടിക്കുക എന്നുള്ള അവരുടെ ദീർഘകാല പദ്ധതിയാണ്. ഈ 5 സംസ്ഥാനങ്ങളുടെ കഥ എടുത്താൽ ഏറ്റവും കൂടുതൽ RSSും ഹിന്ദുത്വവും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബംഗാളിലാണ്. ബട്ട് ബംഗാൾ പിടിക്കുക ഈസിയാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അതിൻ്റെ കാരണം ചോദിച്ചാൽ, ഒന്നാമത് മുസ്ലിം വോട്ടുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുക. അതാണ് മുസ്ലിം പിന്നാക്ക വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ. മുസ്ലിം വോട്ടുകൾ അതിന് സ്ത്രീ വോട്ടുകൾ, ഇത് രണ്ടുമാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ കരുത്ത്. അതിനകത്തൊരു ചെതറലുണ്ടാക്കുക. BJP എപ്പോഴും ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അതായത് മതനിരപേക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ എതിരാളി പാർട്ടികളുടെ വോട്ട് ബേസിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഉത്തർപ്രദേശിലേക്ക് പോയാൽ അവിടെ BSP ജയിക്കും, RJD ജയിക്കും, അല്ലെങ്കിൽ മായാവതി ജയിക്കും എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അവരുണ്ടാക്കും. ആ കൺഫ്യൂഷനിൽ ചെതറിപ്പോകുന്ന വോട്ടുകൾക്കിടയിലൂടെ ഇപ്പുറത്ത് അവർ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പോലും BJP ജയിക്കുന്നത് അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും മുസ്ലിം വോട്ടുകൾ ചിതറിക്കാൻ വേണ്ടി എടുത്ത പണിയാണ് ഹുമയൂണിനെ കൊണ്ട് ബാബരി മസ്ജിദിനെ തറക്കല്ലിടിപ്പിച്ചത്. പക്ഷേ അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുസ്ലിം വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു ട്രസ്റ്റ് ഓൾറെഡി അവരുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കാളോ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരെ പോലല്ല, അവർ ഏറ്റവും ഒരു ഓപ്പൺ ഫൈറ്റ് എപ്പോഴും BJPക്കെതിരെ എടുത്തുകൊണ്ടേയിരുന്നു. അത് BJPയോട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ദീദി എന്നുള്ള കോൺഫിഡൻസ് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021, ഇപ്പോൾ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടിനെയും കണക്കെടുത്താൽ 13% മുസ്ലിം വോട്ട് കൂടി. 73% മുസ്ലിം വോട്ടും മമതാ ബാനർജിയുടെ പാർട്ടിക്കാണ് കിട്ടിയത്. അതിനകത്തൊന്നും ആ ബേസ് അളയിൽ പോകുന്ന പ്രശ്നമില്ല. കാരണം അത്രയും കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സേന വന്ന് പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടെ റെയ്ഡ് നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഇറങ്ങി മുന്നിൽ നിൽക്കുക എന്ന് വെച്ചാൽ ആളുകൾ കൊടുക്കുന്നൊരു ആവേശമുണ്ട്. ഇവർ കൊള്ളാം, ഇവർ ഫൈറ്റ് ചെയ്യും, അവർ ചാകുന്നവരെ ഫൈറ്റ് ചെയ്യും, അവർ കോംപ്രമൈസ് ചെയ്യാത്തവരാണ് എന്ന സംഗതിയുണ്ടല്ലോ. അതുകൊണ്ട് ആ ഏരിയയും പിന്നെ സ്ത്രീ വോട്ടുകളുടെ കാര്യവും അവർ ആ കാര്യത്തിൽ സെറ്റ് ചെയ്ത് അവർക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ഇത്തവണയും അവരുടെ ഒരു ഓപ്പറേഷൻ പാളിയെന്ന് എനിക്ക് തോന്നുന്നു. BJP കുറച്ചൊക്കെ നമ്പർ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും ഹെയ്റ്റ് ഫ്ലഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ FCRI കൊണ്ടിരുന്നതിനകത്ത് പോലും പശ്ചിമ ബംഗാൾ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അവിടെ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളും മഠങ്ങളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും സ്കൂളുകളും
ചാരിറ്റി ഓർഗനൈസേഷൻസൊക്കെ പുറത്തുനിന്നുള്ള പൈസ കൊണ്ടുവന്ന് വൻതോതിൽ ഹിന്ദുക്കളെ മതം മാറ്റുകയാണെന്ന് പറഞ്ഞു. ആ ഒരു ഉദ്ദേശമാണ്. ഈ കേരളത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല FCR കൊണ്ടുവരുന്നത് എന്ന കാര്യം ഓർക്കണം. കേരളത്തിലൊരു ബ്ലോക്ക് കിട്ടിയപ്പോഴും ഹോൾഡ് ചെയ്താണ് അവർ. മറ്റേത് അവരുടെ പ്രധാന ലക്ഷ്യമാണ് FCR ഞങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. BJP എല്ലാ കാലത്തും മക്ക മസ്ജിദിലും മലേഗാവിലും സ്ഫോടനം നടത്തിയത് ആരാണ്? ഇപ്പോൾ നമുക്കറിയാം ആരാണ്. അന്ന് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? മുസ്ലിങ്ങൾ പൊട്ടിച്ചു എന്നുള്ളതാണ്. ഫോൾസ് ഫ്ലാഗ്. ഇപ്പോൾ കർണാടകയിൽ നമുക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷമോ ഈ വർഷം ആദ്യമാണെന്നറിയില്ല, ഒരു സർക്കാർ വിദ്യാലയത്തിൻ്റെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കി. പ്രധാന അധ്യാപകനാണ് ഉത്തരവാദി. അദ്ദേഹത്തെ സ്ഥലം മാറ്റണം, അദ്ദേഹത്തെ പുറത്താക്കണം, അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുത്വ സംഘടനകളോട് സമരം നടത്തി. ഫൈനലി കണ്ടുപിടിച്ചു ആരാണ് കലക്കിയത് പ്രധാന അധ്യാപകൻ മുസ്ലിമായിരുന്നു. പക്ഷേ കലക്കിയത് ഈ മൊത്തം കുളം കലക്കണമെന്ന് ഉദ്ദേശിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വെള്ളത്തിലാണെന്ന് ഓർക്കണം. അപ്പം ആരെങ്കിലും കൂട്ടത്തിലുള്ള മനുഷ്യരെ കുരുതി കൊടുത്തിട്ടായാലും കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ, ചുമ്മാ നോക്കിയാൽ പറ്റില്ല, മുസ്ലിം പേരുകളിൽ അബ്ദുള്ള എന്നുള്ള പേരിലൊക്കെ ഒന്ന് ഹേറ്റ് ഇടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിം പേരുകളിൽ സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് എന്ന് പറയുക, മുസ്ലിം പേരുകളിൽ കലാപം ഉണ്ടാക്കുക, കലാപാഹ്വാനം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഫോടനങ്ങളും മറ്റും ഉണ്ടാക്കി മുസ്ലിം പേരുകാരെ അറസ്റ്റ് ചെയ്യുക, ഇതൊക്കെ എത്രയോ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പം മുസ്ലിം പേരുകാരെ ഇറക്കിയും മുസ്ലിം സിംബൽസ് ഇറക്കിക്കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ കൺഫ്യൂസ് ചെയ്യുക, ആൻഡ് ടോട്ടൽ മറ്റേ കമ്മ്യൂണിറ്റിയെ കൺഫ്യൂസ് ചെയ്യുക. മുസ്ലിങ്ങൾ ബാബരി മസ്ജിദ് ഉണ്ടാക്കാൻ പോവുകയാണ്. ബാബരി മസ്ജിദ് ബാബറിൻ്റെ ഇൻവേഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതുമാർ റീബിൽഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു കൺസൾട്ടേഷൻ ഉണ്ടാക്കുന്നതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊളിക്കാൻ പറ്റുന്ന TMCയെ സംബന്ധിച്ചൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. BJP അവരുടെ പണിയെടുക്കുന്നു. അത്ഭുതമൊന്നുമില്ല, പുതിയതായിട്ടൊന്നുമില്ല. BJP എടുക്കാവുന്ന പണി എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യം പോലെ പൈസയും അവരുടെ ഉണ്ട്. പക്ഷേ നമ്മളത് കാണേണ്ട കാര്യം, മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള TMC അതിനോടെടുക്കുന്ന ഒരു പ്രതികരണം അതിഗംഭീരമാണെന്ന് ഞാൻ പറയുക. അതായത് കേന്ദ്ര ഏജൻസി വരുമ്പോൾ കേന്ദ്ര ഏജൻസിക്കെതിരെ വഴിയിലിറങ്ങി നിൽക്കുന്നു മുഖ്യമന്ത്രി. SIRൽ കോടതി ഇടപെടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഏതെങ്കിലും വക്കീലിനെ പറഞ്ഞു വിടുക, അല്ല വക്കീൽ കുപ്പായം ഇട്ട് കോടതിയുടെ പടി കയറി ചെന്നിട്ട് എൻ്റെ സംസ്ഥാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവന്മാരൊന്ന് കോടതിയുടെ മുമ്പിൽ നോക്കി പറയുമ്പോൾ കോടതി തന്നെ ഞെട്ടുകയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ഏറ്റവും അവസാനം ഈ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഇയാളെ പൊളിക്കുക, എന്നിട്ട് ഉവൈസിയോട് അടക്കം വിച്ഛേദിപ്പിക്കാൻ പറ്റിയല്ലോ. സോ എനിക്കതിൽ ഏറ്റവും ഹോപ്പ്ഫുള്ളായി തോന്നുന്ന കാര്യം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഘ്പരിവാർ പ്രതിരോധം എന്ന് പറയുന്ന സംഗതി എടുക്കുന്നത് മമതാ ബാനർജിയാണ്. എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്ന പോലെ സംഘ്പരിവാർ എന്ന് പറയുന്നത് അവർ ഏറ്റവും ഡേർട്ടി പൊളിറ്റിക്സാണ് കളിക്കുന്നത്. ആ ഡേർട്ടി പൊളിറ്റിക്സിനോട് നമുക്ക് രാജ്ഭവൻ ഉപരോധം നടത്തി പ്രതിരോധിക്കാം എന്ന് വെച്ചാൽ നടക്കില്ല. രാജ്ഭവൻ ഉപരോധം അല്ല വേണ്ടത്, ഏകദിന ധർണയല്ല വേണ്ടത്, ഡൽഹിയിൽ പോയി മന്ത്രിമാരുമായി ചർച്ച നടത്തുകയല്ല വേണ്ടത്. അവർ കളിക്കുന്ന ഡേർട്ടി പൊളിറ്റിക്സ് ആണെങ്കിൽ അതേ നാണയത്തിൽ പ്രതികരിച്ചുകൊണ്ടല്ലാതെ പിടിച്ചിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അപൂർവം മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് അവർ. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുമെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്.